ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1136 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്റർ 1136 ദ ലാൻഡ് ദാറ്റ് അവൈറ്റ്സ് ദ സൺ, സൂര്യനെ കാത്തിരിക്കുന്ന രാജ്യം. അപ്പോൾ അണ്ടർവേൾഡിൽ നിന്ന് സ്റ്റാൻസനും ഹാജറുദ്ദീനും കൂടെ കൊണ്ടുവന്ന മ്ലാവിൻ്റെ ഇറച്ചി ലൂഫി ഇങ്ങനെ കടിച്ചു പറിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഡിനോസറിൻ്റെ ഇറച്ചി കഴിക്കുന്ന വൈബ് എന്നൊക്കെ ലൂഫി ഇരുന്ന് പറയുന്നു. നോക്കിക്കേ, ജാറുലിൻ്റെ കൈ ഇരിക്കുന്ന പ്ലേറ്റ് ഇരുന്നാണ് നമ്മുടെ ലൂഫി ഫുഡ് അടിക്കുന്നത്. ജാറുൽ പറയുകയാണ്, ഇതിനെ പിടിച്ചതിന് നിങ്ങളെ എന്തായാലും സമ്മതിക്കണം. കാര്യം ഇറച്ചിക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും പിടിക്കാൻ ഭയങ്കര പാടുള്ള അപകടകാരിയായിട്ടുള്ളൊരു ജീവിയാണ് ഈ ജയന്റ് മ്ലാവ്. അപ്പോൾ ഹാജറുദ്ദീൻ പറയുന്നു, സ്ട്രോ ഹാറ്റ്സിന് വേണ്ടി ഞങ്ങൾ എന്ത് റിസ്ക്കും എടുക്കുമെന്ന്. ലൂഫി അതിന് ഹാജറുദ്ദീനോട് സ്റ്റാൻസനോട് നന്ദി പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഹാജറുദ്ദീന് സന്തോഷമായി. ജാർലു പറയുകയാണ്, ഇവിടെ സണ്ടർലമിലേക്ക് ഇങ്ങനെ സാധാരണ മനുഷ്യർ വരുന്നത് വളരെ റെയറാണ്. കാര്യം മിക്ക ആൾക്കാർക്കും എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് അറിയില്ല. ഏറ്റവും താഴെയുള്ള അണ്ടർവേൾഡ് വരെ എത്തിയിട്ട് അതാണ് എൽബാഫ് എന്ന് ചിന്തിച്ച് തിരികെ പോകാറാണ് പതിവെന്ന് ജാർൽ ഇങ്ങനെ പറയുകയാണ്. എൽബാഫിലെ ജയൻസിനെ എല്ലാം വെല്ലുന്ന ലെജൻഡറി വാരിയറായ ഓർസിനെ തീർത്തത് ഈ ക്യാപ്റ്റൻ ഉസോപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് ഉസോപ്പ് ഔട്ടിരുന്ന് വൻ തള്ളു തുടങ്ങിയിട്ടുണ്ട്. ജിംബയുടെ ബ്ലൂ സ്കിൻ കളർ കണ്ടിട്ട് ജയൻസ് ഒക്കെ അതിശയിക്കുന്നുണ്ട്. ജിംബെ അവരോട് പറയുകയാണ്, നിങ്ങൾ ഫിഷ്മാൻ ഐലൻഡിൽ വന്ന് നോക്കിയാൽ ഇതിലും വെറൈറ്റി സ്കിൻ ടോൺസ് കാണാൻ പറ്റുമെന്ന്. ഒരു ജയൻറ്റ് പറയുന്നുണ്ട്, മെർമെയ്ഡ്സിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര മോഹമാണെന്ന്. അപ്പോൾ സാഞ്ചി പുള്ളിയെ എൻകറേജ് ചെയ്യുന്നുണ്ട്, അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. മെർമെയ്ഡ് കോവ്, അതായത് അവർ ഒത്തുകൂടുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് സ്വർഗത്തേക്കാൾ മനോഹരമാണെന്നൊക്കെ പറയുന്നു. സാഞ്ചി പിന്നെ ആസ് യൂഷ്വൽ ലേഡി ജയൻസിൻ്റെ അടുത്ത് സിമ്പിങ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ജയൻറ്റ് ലേഡീസിനെ കാണുമ്പോഴും എൻ്റെ ഹൃദയം തുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിക്കപ്പ് ലൈൻസ് അടിക്കുവാണ് മച്ചാൻ. അവരും അതൊക്കെ ക്യൂട്ടാണെന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ട്. എവിടെ നോക്കിയാലും ജയൻറ്റ് സുന്ദരിമാർ ചുറ്റും കൂടി നിൽക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാഞ്ചി ആകെ പിടിവിട്ട് നിൽക്കുകയാണ്. ജയൻസ് ആണെങ്കിൽ ബ്രൂക്കിൻ്റെ അടുത്ത് നിങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി എല്ലാവർക്കും ആ ഒരു ആകാംക്ഷ തോന്നുമല്ലോ. അപ്പോൾ ബ്രൂക്ക് ആണെങ്കിൽ, ഓ ഞാൻ ആരാണെന്നോ, അതിൻ്റെ ഉത്തരം ഞാൻ പറയുമല്ല, എൻ്റെ ഒരു ശൈലിയിൽ പാടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബ്രൂക്ക് പാട്ട് പാടാൻ തുടങ്ങുന്നുണ്ട്. ഈ ലോകത്ത് എന്തെല്ലാം വെറൈറ്റി മനുഷ്യരുണ്ടെന്നൊക്കെ ഇങ്ങനെ കണ്ട് വണ്ടടിച്ച് നിൽക്കുകയാണ് കുറേ ജയൻസും. അവരുടെ അടുത്ത് നാമിയും സോറോയും ഇരിക്കുന്നത് നമുക്ക് കാണാം. സോറോ പറയുന്നുണ്ട്, കടലിലേക്ക് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്ത ഇത്രയധികം ജയൻസ് ഉണ്ടെന്നുള്ളത് ഭയങ്കര അതിശയമായെന്ന്. നാമിയും പറയുന്നു, ജയൻസ് എല്ലാം പൈറേറ്റ്സ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നതെന്ന്. ഉടനെ അടി കൊണ്ട് പഞ്ചറായിരിക്കുന്ന റോഡ് അവരുടെ മുന്നിലേക്ക് വന്ന് ചെയ്തതിനൊക്കെ മാപ്പ് പറയുന്നുണ്ട്. നാമി ആണെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ ആ ഫേസ് കണ്ടിട്ട് അങ്ങ് ഞെട്ടുകയാണ്. ഗേഡ് പറയുന്നുണ്ട്, ഇവൻ ചെയ്ത ചെറ്റത്തരത്തിന് ഒരു സോറി കൊണ്ടൊന്നും ആകില്ല എന്നറിയാം, എന്നാലും ഇത്രയെങ്കിലും ചെയ്യിക്കണമല്ലോ എന്ന്. ഗേഡിൻ്റെ ഉപദ്രവമൊക്കെ റോഡ് അങ്ങ് ആസ്വദിക്കുകയാണ്. സോറോ ആണെങ്കിൽ പറയുന്നുണ്ട്, അത് വിട്ടേക്ക്, ആരുടെയും ജീവനാപത്തൊന്നും പറ്റിയില്ലല്ലോ എന്ന്. പിന്നെ സോറോ റോഡിനോട് പറയുകയാണ്, ആ സമയത്ത് ഉസോപ്പ് എന്നെ തടഞ്ഞതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ പൊന്നു മോനെ നിന്റെ തല തറയിൽ കിടന്ന് ഉരുണ്ടേനെ എന്ന്. സോറോയുടെ ആ ടെറർ ലുക്ക് കണ്ടിട്ട് റോഡ് പേടിച്ച് മറിഞ്ഞ് താഴെ വീഴുകയാണ്. ഒരു ജയൻ്റ് ആണെങ്കിൽ റോഡിനോട് പറയുന്നുണ്ട്, എടാ നീ സ്ട്രോ ഹാറ്റ്സിൻ്റെ ഇപ്പോഴത്തെ ബൗണ്ടി എത്രയാണെന്ന് നോക്കിയിട്ട് അവരോട് കോർക്കാൻ പോയാൽ പോരായിരുന്നോ, അവരോട് അടിച്ച് നിൽക്കാൻ നിനക്ക് പറ്റില്ല എന്ന്. ഗേഡാണെങ്കിൽ സോറോയോട് പറയുന്നുണ്ട്, അടുത്ത വട്ടം മടിച്ചൊന്നും നിൽക്കണ്ട, ഇവനെ അങ്ങ് തട്ടിയേക്കെന്ന്. അപ്പോൾ ഈ റോഡ് പറയുകയാണ്, ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തത്, ഈ എൽബാഫിലുള്ള എല്ലാവരെയും പോലെ അടുത്ത സൺഗോഡായി ഈ ലോകം ഭരിക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ സ്വപ്നമെന്ന്. അപ്പോൾ സോറോ ആണെങ്കിൽ സൺഗോഡോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജയൻസിനിടയിൽ തന്നെ ആകെ തർക്കമാവുകയാണ്. ചിലർ പറയുന്നു ലോകം ഭരിക്കാൻ അതിന് സൺഗോഡ് രാജാവൊന്നും ആയിരുന്നില്ല എന്ന്. ചിലർ പറയുന്നു സൺഗോഡ് ലിബറേഷൻ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവമാണെന്ന്. മറ്റു ചിലർ പറയുന്നു ലിബറേഷൻ അല്ല ഡിസ്ട്രക്ഷൻ, അതായത് സൺഗോഡ് സംഹാരമൂർത്തിയാണെന്ന്. വേറെ ചിലർ പറയുന്നത് നിങ്ങൾ എല്ലാവരും പറയുന്നത് തെറ്റാണ്, സൺഗോഡ് ചിരിയുടെ ദൈവമാണെന്നാണ്. അപ്പോൾ ഇതെന്താ ഇവർ ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കുന്നതെന്ന് ലൂഫി നമ്മുടെ ജാറുലിനോട് ചോദിക്കുകയാണ്. ഈ ജയൻസ് കിടന്ന് തല്ല് പിടിക്കുന്ന വിഷ്വൽസ് നമുക്കപ്പോൾ കാണാം. ഇപ്പോൾ ജാറുലാണ് പറയുന്നത്, അതായത് എൽബാഫിൽ തലമുറകളായിട്ട് കൈമാറി വന്ന സേക്രഡ് ഹാർലി ടെക്സ്റ്റ്, അതായത് പുരാതന രേഖകൾ, അത് എഴുതിയിരിക്കുന്നത് വളരെ പഴക്കം ചെന്ന ഭാഷയിലാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പരിഭാഷയില്ല. പലതരത്തിലുള്ള വിശദീകരണങ്ങളുള്ളതുകൊണ്ട് ഏതാണ് കൃത്യമായിട്ടുള്ളതെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രേഖകളിൽ പറയുന്നത് ലോകം ഓൾറെഡി 2 തവണ അവസാനിച്ചിട്ടുണ്ടെന്നാണ്. ഓരോ തവണയും സൺഗോഡ് നിക്കയുടെ പേരും ആ രേഖകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ലൂഫി ഇത് കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്കും ഫുഡടി കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ജാർലി നിക്ക എന്നുള്ള പേര് പറഞ്ഞത് ലൂഫി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പാനലിൽ നോക്കിയ ബാക്ക്ഗ്രൗണ്ടിൽ ജാർല നിക്കയുടെ കഥ പറയുമ്പോൾ നമുക്കൊരു കിടിലം പടവും കാണാം നിക്കയുടെ. അപ്പം നിക്ക ഇങ്ങനെ വലിയൊരു മാറ്റത്തിൻ്റെ മുന്നോടിയാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ ലോകത്തെ രക്ഷിച്ച ആളാണോ അതോ ഈ 2 തവണ ഈ ലോകം നശിക്കാൻ കാരണമായ ആളാണോ നിക്ക എന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഉള്ള ഭരണാധികാരികൾ, റൂളേഴ്സ് നിക്കയുടെ തിരിച്ചുവരവിനെ ഒരുപാട് പേടിക്കുന്നുണ്ട് എന്ന് ജാർലു പറയുന്നു.
ഓ, ഈ നിക്കയെ പറ്റിയാണ് അപ്പോൾ ബോണി പറഞ്ഞതല്ലേ എന്ന് ലൂഫി അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാറിൽ പറയാണ് സൺഗോഡ് എന്ന് പറയുന്നത് പ്രതീക്ഷകൾ തകർന്ന് നിരാശയിൽ നിൽക്കുന്നവർക്കൊരു ഹോപ്പ് കൊടുക്കുന്ന സിമ്പലാണെന്ന്. വെള്ള മേഘങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെള്ള തലമുടിയുമായിട്ട് വെള്ള കുപ്പായവും ചെരുപ്പും ഒക്കെ അണിഞ്ഞാണ് നിക്ക വരുന്നത്. അതേപോലെ വലിയ പൊട്ടിച്ചിരിയും അവൻ്റെ പ്രത്യേകതയാണെന്നൊക്കെ ജാറിൽ പറയുന്നു. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ എല്ലാം കേട്ടിട്ട് ലൂഫി പറയുന്നുണ്ട്, ചുമ്മാതല്ല എനിക്കും നിക്കയ്ക്കും സാദൃശ്യം ഉണ്ടെന്ന് കുറേ പേര് പറയുന്നതെന്ന്. ഇതിപ്പോൾ ഗിയർ 5 ഫോം തന്നെയാണല്ലോ. പക്ഷേ ഈ നിക്കയുടെ കഥയൊന്നും കേട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല, എനിക്കും അവനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ലൂഫി പിന്നെ ഫുഡ് അടിക്കുകയാണ്. അപ്പോൾ ലൂഫിയുടെ ഈ താല്പര്യക്കുറവുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് നമ്മുടെ സ്റ്റാൻസൺ പറയുന്നു, ഇങ്ങനെ ഞങ്ങളുടെ ഇമോഷൻസിനെ വില കുറച്ച് കാണരുതെന്ന്. ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, ലൂഫി ഒരു എൽബാഫുകാരനായിരുന്നെങ്കിൽ ഞങ്ങളുടെ യഥാർത്ഥ വികാരം മനസ്സിലായേനെ എന്ന്. ഗോൾഡ്ബർഗും പറയുന്നു, നിക്ക ഞങ്ങളുടെ റോൾ മോഡലാണ്. ആ റോഡ് ആളൊരു ചെറ്റയാണെങ്കിലും മുമ്പ് എൽബാഫിലുള്ള എല്ലാവരുടെയും കോമണായ ആ സ്വപ്നത്തെപ്പറ്റി അവൻ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ജാറിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലോക്കി അച്ഛനായ കിങ് ഹരോൾഡിനെ കൊന്നതും നിക്കയുടെ പാത പിന്തുടരാനുള്ള അവന്റെ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന്. ഉടനെ ജയൻസ് പറയുന്നുണ്ട്, അത് പറഞ്ഞൊന്നും അവൻ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റൂല ജാറുൽ സമാന്ന്. ലൂഫി അപ്പോൾ അവരോട് ചോദിക്കുന്നു, ഈ ലോക്കി അപ്പോൾ നല്ല ആളാണോ എന്ന്. ഉടനെ ജയൻസ് എല്ലാം ഒരേ സ്വരത്തിൽ ഉറക്കെ ഒരിക്കലും അല്ല എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ശപിക്കപ്പെട്ട രാജകുമാരനാണ് ലോക്കി. ലോക്കി ജനിക്കുന്നതിന് മുന്നേ തന്നെ കിങ് ഹരോൾഡ് സ്വന്തം മകന്റെ കൈകൊണ്ട് മരിക്കും എന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. ലോക്കി ജനിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹോഴ്സ് ഓഫ് ഫോർച്യൂൺ, അതായത് ഭാഗ്യത്തിന്റെ ലക്ഷണമായിരുന്ന രാജാവിന്റെ കുതിര ചത്തുപോയി. അതേ വർഷം തന്നെയാണ് ലിൻലിൻ ജോറുളിനെ കൊന്നതും. അതിനുശേഷവും ദുരന്തങ്ങൾ തുടർന്നു. ഒരു വർഷത്തിന് ശേഷം രാജ്ഞി മരിച്ചു. അണ്ടർവേൾഡ് ആയിരുന്നു ലോക്കിയുടെ പ്ലേ ഗ്രൗണ്ട്. വെറും 10 വയസ്സുള്ളപ്പോൾ അവൻ ആ കാട്ടിലുള്ള അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളിൽ കുറേ എണ്ണത്തിനെ കൊന്നു. ബാക്കി വന്നതിനെയൊക്കെ ആണെങ്കിൽ അവൻ മെരുക്കിയെടുക്കുകയും ചെയ്തു. കുറേ ജീവികളെ അവൻ ആ ഗ്രാമങ്ങളിലേക്ക് വരെ തുറന്നു വിട്ടു. വീടും സ്ഥലങ്ങളും എല്ലാം തീയിട്ട് നശിപ്പിച്ചു. ഇങ്ങനെ ലോക്കിയുടെ വികൃതികൾ പല ജീവനുകൾ അപകടത്തിലാക്കി. ഒരേ സമയം ലോക്കി ഒരു രാജകുമാരനും ഒരു ഭീകരനായ ഒരു വ്യക്തിയുമായിരുന്നു. രാജാവിൻ്റെ കണ്ണ് തെറ്റുമ്പോഴെല്ലാം അവൻ ക്രൂരതകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ആ കൊട്ടാരത്തിൽ വെച്ച് എൽബാഫ് കണ്ട ഏറ്റവും മികച്ച രാജാവായ ഹരോൾഡിനെ ലോക്കി കൊന്നു. എപ്പോഴും യുദ്ധങ്ങൾ മാത്രം ചെയ്ത് ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന് പേരെടുത്ത് ബാക്കി രാജ്യങ്ങളെല്ലാം ഭയത്തോടെ കണ്ടിരുന്ന എൽബാഫിനെ ആ വഴികളിൽ നിന്നൊക്കെ മാറ്റി പുറം രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച നല്ലൊരു മനുഷ്യനായിരുന്നു ഹരോൾഡ് രാജാവ് എന്നും ജയൻസ് പറയുന്നു. ഹരോൾഡിനെ കൊല്ലുന്നതെന്ന് ലോക്കിയെ തടയാൻ പോയപ്പോഴാണ് ജാറിലിൻ്റെ തലയിൽ അവൻ കത്തി കയറ്റിയത്. ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ജാറിൽ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി ചോദിക്കുന്നുണ്ട്, എന്ത് രക്ഷപ്പെട്ടു എന്നാണ്, കത്തി കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ലോക്കിയുടെ ഈ വിളയാട്ടം അവസാനിച്ചത് 6 വർഷങ്ങൾക്ക് മുമ്പാണ്. കടലിൽ ടെററായിട്ട് നടന്നിരുന്ന ലോക്കിയെ പിടിച്ചു കെട്ടിയത് ഷാങ്സ് ആണെന്ന് അവർ പറയുന്നു. ഷാങ്സിൻ്റെ പേര് കേട്ടപ്പോഴേക്കും നമ്മുടെ ലൂഫിയുടെ മുഖം അങ്ങ് തെളിഞ്ഞു. ഷാങ്സ് അപ്പോൾ ഇവിടെ വന്നു എന്നുള്ളത് ഉള്ളതാണോ എന്ന് ലൂഫി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ അടുത്ത് ഷാങ്സ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറിയാണ്. അവിടെ സോറോ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. സോറോ ലൂഫിയോട് ചോദിക്കുന്നു, ഇപ്പോൾ ജയൻസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലോക്കി രാജാവിനെ കൊന്ന ആളാണെന്നും അതേപോലെ അവൻ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്നും നിനക്ക് ബോധ്യം വന്നില്ലേ എന്ന്. അപ്പോൾ സോറോയുടെ മുന്നിൽ കലി തുള്ളി നിൽക്കുന്ന ലൂഫിയെ നമുക്ക് കാണാം. ലൂഫി പറയുന്നു, ഷാങ്സ് എവിടെ ഉണ്ടെന്ന് അവൻ അറിയാമെന്നാണ് ലോക്കി പറഞ്ഞത്. അതേപോലെ എനിക്ക് ഷാങ്സിനെ വീണ്ടും കാണാൻ എന്തോരം ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നും ചോദിക്കുന്നു. അപ്പോൾ സോറോ പറയാണ്, അതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം, പക്ഷേ ഇതിപ്പോൾ ലോക്കി നിന്നെ പറ്റിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. അപ്പോൾ ലൂഫി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും, നീ അതിന് ലോക്കിയെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ സോറോ പറയാണ്, അത് മനസ്സിലാക്കാൻ അവനെപ്പറ്റി ഈ ജയൻസ് പറഞ്ഞു കേട്ട കഥകൾ തന്നെ ധാരാളമാണെന്ന്. അപ്പോൾ ലൂഫി പറയുന്നു, അവൻ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണെങ്കിൽ അവനെ ഇന്ന് ഞാൻ പറപ്പിക്കുമെന്ന്. ഇപ്പോൾ നാമിയും അവരുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അവൾ പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനാണെങ്കിൽ ഞാനില്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന്. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇവർ ആ ബോട്ടിൽ കയറി എങ്ങോട്ടോ പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ സോറോ ആണ് പറയുന്നത്, ഇവർ ലോക്കിയെ റിലീസ് ചെയ്യാനുള്ള താക്കോൽ അടിച്ചു മാറ്റാനുള്ള പോക്കാണ്. അതിന് 101% നാമിയുടെ ഹെൽപ്പ് എന്തായാലും വേണം. ലൂഫിയും സോറോയും മാത്രം പോയാൽ ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവർ രണ്ടുപേരും കറങ്ങി തിരിഞ്ഞു വരും. അപ്പോൾ സോറോ പറയുന്നുണ്ട്, നമുക്കെന്തായാലും അവനെ റിലീസ് ചെയ്യാം, പക്ഷേ ലോക്കി എന്തെങ്കിലും അടവ് കാണിക്കാൻ നോക്കിയാൽ നമുക്ക് അവനെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന്. അത് ഷുവറായിട്ട് വന്ന് ലൂഫിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ട് തുഴയുന്നത് റോഡാണ്. അപ്പോൾ ലൂഫി ഉടനെ ചോദിക്കുന്നുണ്ട്, അല്ല ഇവൻ എന്താ നമ്മുടെ കൂടെ എന്ന്. അപ്പം നാമി പറയുന്നു, ഇവൻ എൻ്റെ പുതിയ അടിമയാണെന്ന്. ഈ അടിമപ്പണി കിട്ടാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്നുള്ള ലൈനിലാണ് നമ്മുടെ റോഡ്.
അപ്പോൾ സീയൂസ് വന്നിട്ട് റോഡിനോട് പറയുന്നുണ്ട്, നാമിയുടെ ആദ്യത്തെ അടിമ ഞാനും രണ്ടാമത്തെ അടിമ സാഞ്ചിയുമാണ്, ഞങ്ങൾ രണ്ടും കഴിഞ്ഞേ ഉള്ളൂ നിനക്ക് സ്ഥാനം, അത് ഓർത്തോണമെന്ന്. അപ്പോൾ സ്ട്രോങ് പെൺകുട്ടികൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് റോഡ് പറയുന്നുണ്ട്. എന്നിട്ട് നാമിയോട് ചെന്നിട്ട്, നാമിട്ടാസോ നമ്മൾ രണ്ട് നാവിഗേറ്റേഴ്സ് ആണ്, എന്ത് കിടിലൻ ചേർച്ചയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നാമി ആണെങ്കിൽ മേലാൽ എന്നോട് ഒട്ടി നിൽക്കാൻ വരരുതെന്നും പറഞ്ഞ് അവനെ ആട്ടി വിടുന്നുമുണ്ട്. പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ 3 പേര് മാത്രം ഇങ്ങനെ നേരത്തെ അങ്ങ് വലിഞ്ഞത് മോശമാകുമോ എന്ന് നാമി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൂഫി ആണെങ്കിൽ അത് സീനൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് കുറച്ച് ഇറച്ചി കരുതിയിട്ടുണ്ട്, നീ മ്ലാവിറച്ചി കഴിച്ചു നോക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറച്ചി കടിച്ചു വലിക്കുകയാണ്. നാമി പറഞ്ഞതെന്തോ ലൂഫി കേട്ടതെന്തോ. റോഡാണെങ്കിൽ നാമിയോട് പറയുന്നുണ്ട്, ജയൻസിനൊന്നും ശ്രദ്ധിക്കാൻ ടൈം കാണില്ല, ഇപ്പോഴേ എല്ലാവരും അടിച്ച് കിണ്ടിയായിരിക്കും, എന്താണ് ഈ ആഘോഷിക്കുന്നതെന്ന് പോലും അവന്മാരിപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കുമെന്ന്. അവരുടെ ബോട്ട് ഇപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ വാതുക്കൽ എത്തിയിട്ടുണ്ട്. നാമി ആണെങ്കിൽ റോഡിനോട് ചോദിക്കുന്നു, ഈ കൊട്ടാരത്തിലെ നിധിയെല്ലാം ഇപ്പോൾ ഒറ്റയടിക്കാൻ കാണാതെ പോയാൽ അതൊരു വലിയ പ്രശ്നമാകുമോ എന്ന്. റോഡാണെങ്കിൽ നാമിയുടെ കാൽ കീഴിലാണല്ലോ ഇപ്പോൾ. അവൻ പറയുന്നുണ്ട്, എൻ്റെ കാഴ്ച ഇപ്പോൾ അത്ര പോരാ, നിധിയൊക്കെ പോയാൽ ഞാനത് ശ്രദ്ധിക്കുക കൂടിയില്ല എന്ന്. നാമി അപ്പോൾ മെയിനായിട്ട് ഇവരുടെ കൂടെ കൂടിയത് താക്കോല് തപ്പാനൊന്നും അല്ല, നാമിയുടെ കണ്ണിലൊക്കെ ഇപ്പോൾ ബെറീസ് തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ലോക്കി കിടക്കുന്ന അണ്ടർവേൾഡാണ്. ലോക്കി ഉറക്ക ചിരിച്ചുകൊണ്ട്, ഓ അപ്പോൾ അതാണല്ലേ കാര്യമെന്ന് ആരോടോ പറയുന്നത് നമുക്ക് കേൾക്കാം. ലോക്കി ആരോടോ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന്. ആ വന്ന 2 ഹോളി നൈറ്റ്സിനോടാണ് ലോക്കി സംസാരിക്കുന്നത്. അവർ ലോക്കിയെയും ഹോളി നൈറ്റ്സിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ലോക്കി പറയുന്നുണ്ട്, ഹോളി നൈറ്റ്സിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്, പക്ഷേ അതിൽ ചേർന്നാൽ പിന്നെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്നുള്ള ടൈറ്റിൽ നമുക്കും കിട്ടില്ലേ, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ആ ചാണകക്കുഴിയിൽ പോയി വീഴാൻ ആഗ്രഹിക്കുമെന്ന് ലോക്കി പറയുന്നു. ഹുഡി ഇട്ട ഷാങ്സ് അപ്പോൾ ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇതുവരെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആ ലേഡി പറയുകയാണ്, എൽബാഫിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യാൻ നമ്മൾ വിട്ട ആൾക്കാരെല്ലാം അവരുടെ സിഗ്നൽ ലോസ്റ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത കാര്യം ഒരു ജയന്റ് കാക്ക അവരുടെ നേരെ വരുന്നു എന്നുള്ളതാണ്. ശേഷം അവരുടെ യാതൊരു വിവരവുമില്ല, എല്ലാം കഴിവുകെട്ട കൂട്ടങ്ങളാണെന്നൊക്കെ അവൾ പറയുന്നു. ഈ മെൻഷൻ ചെയ്ത കാക്ക മുഗിൻ എന്ന് പറഞ്ഞ റോഡിൻ്റെ ആ പെറ്റാണ്. നമ്മൾ മുമ്പൊരു ചാപ്റ്ററിൽ കണ്ടിരുന്നല്ലോ, സ്ട്രോഹാർസിനെ തട്ടിക്കൊണ്ടു പോയ പോലെ ഇവർ വിട്ട സ്പൈസിനെയും ആ കേജിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഈ ലോക്കിയുടെ അഹങ്കാര വർത്തമാനം കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ലേഡി അവളുടെ ബോഡിയിൽ ചുറ്റിയിരിക്കുന്ന ബാൻഡേഡ്സ് ഒക്കെ അഴിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഈ ലേഡിയുടെ പേര് ഗുങ്കോ എന്നാണ്. ഗുങ്കോയുടെ ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള ലുക്ക് കാണുമ്പോൾ നമ്മുടെ റവല്യൂഷണറി ആർമിയിലെ കോവാലയുടെ ലുക്ക് തോന്നുന്നില്ലേ ഗൈസ്? അപ്പോൾ ഈ ഗുങ്കോ ആണെങ്കിൽ തീരെ ക്ഷമയില്ലാത്തൊരു ക്യാരക്ടറാണ്. ഷാങ്സ് 2 അവളോട് പറയുന്നുണ്ട്, എടുത്ത് ചാടി അറ്റാക്ക് ചെയ്യരുത്, വെയിറ്റ് ചെയ്യുന്നൊക്കെ. ഉടനെ അവരുടെ പിന്നിൽ നമ്മുടെ ലോക്കിയുടെ ഫ്രണ്ടായിട്ടുള്ള ആ ജയന്റ് ചെന്നായ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ഉടനെ ലോക്കി അതിനോട് വിളിച്ചു പറയുന്നുണ്ട്, രണ്ടിനെയും കടിച്ചു പറിക്കടാന്ന്. അപ്പോൾ അതിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ ഗുങ്കോ ആ ചെന്നായോട് പറയുന്നുണ്ട്, നിനക്ക് ജീവൻ വേണേ മാറിപ്പൊക്കോളാൻ. അത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ മുൻപ് ആ ജയന്റിനെ ചെയ്ത പോലെ ആ ബാൻഡേഡ് ഷൂട്ട് ചെയ്ത് ആ ചെന്നായ വരിഞ്ഞ് മുറുക്കി അങ്ങ് നിർത്തുകയാണ്. ഹാൻഡ് സിഗ്നൽസ് വെച്ച് അവൾക്ക് ആ ബാൻഡേഡ്സ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ ലോക്കി ഇത് കണ്ടിട്ട് ഹേ വൂൾഫ് എന്നൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആ ചെന്നായ ആണെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കി എയറിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷാങ്സ് 2 നമ്മളുടെ ലോക്കിയോട് പറയുന്നുണ്ട്, നീ നിന്റെ മനസ്സ് മാറ്റാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിന്റെ ഫ്രണ്ടിനെ ജീവനോടെ വിട്ടേക്കാന്ന്. അപ്പോൾ ലോക്കി തിരിച്ച്, ഓഹോ അങ്ങനെയാണോ കാര്യം, അതാണ് നിങ്ങളുടെ ഓഫറെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വിധിയാണെന്ന് ഞാനങ്ങ് സമാധാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു RIP പറയുന്നുണ്ട്. എന്നിട്ട് ലോക്കി പറയാണ്, ദേഷ്യവും സങ്കടവും ഒക്കെ ആർക്കും വരാം, പക്ഷെ ഒരു യഥാർത്ഥ പോരാളി മരണത്തിന് മുന്നിൽ നിന്ന് പേടിച്ച് അലറി വിളിക്കില്ല എന്ന്. അപ്പോൾ ആ ചെന്നായ ആണെങ്കിൽ ആ ബാൻഡേഡ് മുറുകി അവിടെ മരിച്ചു വീഴുകയാണ്. ഇപ്പം ലാസ്റ്റിലെ പാനലിൽ ലോക്കി അലറി വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ദേഷ്യം മുഴുവൻ ഞാൻ ഉള്ളിലൊതുക്കും, എന്നിട്ട് അത് ഇന്ധനമാക്കി ഞാൻ ഈ ലോകം മുഴുവൻ കത്തിച്ച് വെണ്ണീറാക്കുമെന്ന്. അപ്പോൾ എന്തായാലും അവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ തീരുകയാണ്. ഇനി എന്തായാലും അടുപ്പിച്ച് 2 ചാപ്റ്റേഴ്സ് കൂടെ വരും. അപ്പോൾ ഓക്കെ ഗൈസ്, ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാപ്റ്റർ 1137 എക്സ്പ്ലനേഷനുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.